ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കർ മുട്ടക്കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 2 മീഡിയം സൈസ് ഉള്ളി അത് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിച്ച് കുക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മഞ്ഞൾപ്പൊടി എല്ലാവരും ഒന്ന് എത്തുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മുളക് പൊടി എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് നന്നായി യോജിക്കുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ മുളക് പൊടിയിൽ പച്ചച്ചോയ നല്ലോണം മാറണം. വേറെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ആഡ് ചെയ്യുന്നത്. എനിക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാവരും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ മല്ലിപ്പൊടിൻ്റെ ആ പച്ച മണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കും. മസാലയൊക്കെ അതിൽ നല്ലോണം പിടിക്കണം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാല ഒക്കെ എല്ലാവിടെ എത്തണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് പെരുംജീരകം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആ മുറിച്ച് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ അതിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കുക.
ഉരുളക്കിഴങ്ങ് ഇതിൽ ഫ്രൈ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അടുപ്പിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കുക്കർ അടച്ചു വെച്ചൊരു 2 വിസിൽ വരുത്തിക്കാം. അപ്പോഴത്തേക്ക് സാധനം സെറ്റാവും. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. അടുപ്പിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങേൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് തിളപ്പിക്കാം. ഒരു 3-4 മിനിറ്റ് തിളച്ചാൽ മതിയായിരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച മുട്ടയാണ്. ഈ മുട്ട നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈക്വലായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കറിയിലോട്ട്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള. ഇത് തേങ്ങയുടെ 1ാം പാലാണ്. ഇത് കുറച്ച് കട്ടി കൂടിയതാണ്. ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. മുട്ട പൊട്ടാതെ നോക്കണം. സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഇഷ്ടമായ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.